الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ബറക്കത്തുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിലേക്കുള്ള യാത്ര അല്ലാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്കാക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭൂമിയിൽ കഠിനമായ അധ്വാനത്തിലാണ്, പ്രയത്നത്തിലാണ്. പലജാതി അധ്വാനങ്ങൾ, പലജാതി പ്രയത്നങ്ങൾ. ഇന്ന സഅയക്കും ലശത്ത, ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പരിശ്രമം പലതരത്തിലാണ്, വ്യത്യസ്തമാണ്. ഏത് തരത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ അധ്വാനിക്കുകയും പണിയെടുക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നാണ്. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ചും ജീവിത സുഖങ്ങളെ സംബന്ധിച്ചിട്ടും ഒക്കെ നമുക്ക് വലിയ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന فسنيسره لليسرى والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى. രാത്രിയെ സംബന്ധിച്ച് അല്ലാഹു സത്യം ചെയ്യാനായി ഉപയോഗപ്പെടുത്തുന്നു. രാത്രിയെ കൊണ്ട് സത്യം. വന്നഹാരി ഇദാ തജല്ല, പകലിനെ കൊണ്ട് സത്യം. ഇദാ തജല്ല,
വെളിച്ചം വിതറുകയും അതിങ്ങനെ തെളിഞ്ഞു വരികയും ചെയ്യുമ്പോഴുള്ള ആ പകലിൻ്റെ അവസ്ഥയെ സത്യം ചെയ്തുകൊണ്ട് പറയും. എന്നിട്ടാണ് അല്ലാഹു ഇന്ന സഅയകും ലശത്ത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാത്രി പരിശോധിച്ചാൽ രാത്രിയിൽ നമ്മൾ പല അധ്വാനങ്ങളിലും കഷ്ടപ്പാടുകളിലും ടെൻഷനുകളിലും ഒക്കെയാണ്. പകല് പരിശോധിച്ചാൽ പകലും അതുപോലെ നമ്മൾ കഷ്ടപ്പാട്, അധ്വാനം, പ്രയാസം. പക്ഷേ ഈ അധ്വാനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അവസാനം അളന്നു നോക്കുമ്പോൾ, തൂക്കി നോക്കുമ്പോൾ നമുക്കതിൻ്റെ പേരിൽ എന്താണ് മിച്ചം കിട്ടിയത്, മീതി കിട്ടിയത്, ലാഭം കിട്ടിയത് എന്ന് ആലോചിക്കണം, എന്ന് കണക്കെടുക്കണം. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനമുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا قل هل ننبئكم بالأخسرين أعمالا. ഞാൻ നിങ്ങൾക്ക് തങ്ങളുടെ അധ്വാനം പാഴായി പോയ ഒരു പറ്റം ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരട്ടെയോ? തങ്ങളുടെ അധ്വാനവും പരിശ്രമവും ഒക്കെ പാഴായി പോയ ഒരു പറ്റം ആളുകളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ആരാണവർ? അവരുടെ ദീർഘമായ ജീവിതത്തിൽ അവർ ചെയ്ത അധ്വാനങ്ങളെല്ലാം പാഴായിപ്പോയി, അവരുടെ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. എന്നാൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനത്തെ കുറിച്ചിട്ട് ഞങ്ങൾ തരക്കേടില്ലാത്ത പണിയിലാണ് എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തരക്കേടില്ലാത്ത പണിയിലാണ് എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു. വിചാരം തരക്കേടില്ല, പക്ഷേ അതിൻ്റെ അനന്തരഫലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഉസ്താദന്മാർ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഈ ആയത്തുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഓതുമ്പം, അർത്ഥം വെക്കുമ്പോൾ നമ്മൾ ദുനിയാവിൽ കുറേ അമലുകളൊക്കെ ചെയ്തു, കഷ്ടപ്പെട്ടു, അവസാനം മരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇല്ലാണ്ടായിപ്പോയി, ആഖിറം നഷ്ടപ്പെട്ടു പോയി, പരലോകം നഷ്ടപ്പെട്ടു പോയി എന്ന നിലയിലൊക്കെയാണ് പ്രസംഗിക്കാറുള്ളത്. എന്നാൽ അത് മാത്രമല്ല ഞാൻ പറയാൻ വിചാരിക്കുന്നത്, നമ്മൾ മെനക്കെട്ട് ഭൂമിയിൽ കുറേ കച്ചവടം ചെയ്തു, കുടുംബജീവിതം നയിച്ചു, മക്കളെ പോറ്റി, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു. പക്ഷേ ആഖിറത്തിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഭൂമിയിൽ തന്നെ നമുക്ക് നമ്മളുടെ ഈ അധ്വാനത്തിൻ്റെ അനന്തര ഫലം എന്ന നിലയിൽ അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ. സാധാരണ നമ്മളൊക്കെ ദുനിയാവിൻ്റെ ളാഹിർ മാത്രമല്ലേ അറിയുന്നുള്ളൂ, ദുനിയാവിൻ്റെ പൊതുവായ പ്രകടമായ അവസ്ഥകൾ മാത്രമേ അറിയുന്നുള്ളൂ. അതിനെ സംബന്ധിച്ചൊന്ന് വിലയിരുത്തി നോക്കൂ, അതിനെ സംബന്ധിച്ച് നമ്മളൊരു കണക്കെടുപ്പ് നടത്തി നോക്കൂ. നമുക്ക് എന്തുണ്ടായി? ഏറ്റവും പ്രധാനമായും അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ സമ്പാദ്യവും സന്താനങ്ങളും അത് എത്രത്തോളം ഗുണകരമായി നമുക്ക് ഭവിക്കുമെന്ന് ഞാനും നിങ്ങളും നമ്മളുടെ കാര്യത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കുക. നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളോട് അള്ളാഹു പറയാണ്, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പാദ്യവും സന്താനങ്ങളും ഒരിക്കലും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ മതിമറപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നിങ്ങളുടെ സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഒരിക്കലും മതിമറപ്പിക്കരുത്. വമൻ യഫ്അൽ ദാലിക്, ആർക്കെങ്കിലും അപ്രകാരം സംഭവിച്ചു പോയാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ശരിയായ നഷ്ടവാളികൾ. അവരാണ് നഷ്ടവാളികൾ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനെയും അതുപോലെ സന്താനങ്ങളെയും നേർവഴിയിൽ ചെലവഴിക്കാൻ ശ്രമിച്ചു കൊള്ളുക, പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു കൊള്ളുക. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. ഇവിടെയും സാധാരണ നമ്മൾ ഈ ആയത്ത് ഓതുന്നത്
സക്കാത്ത് കൊടുക്കണമെന്ന് പറയാനാണ്, സദഖ കൊടുക്കണമെന്ന് പറയാനാണ്, പള്ളിക്ക് പിരിവിന് ചോദിച്ചാൽ കൊടുക്കണമെന്ന് പറയാനാണ്, എന്തെങ്കിലുമൊക്കെ പരോപകാര പ്രവർത്തനങ്ങൾക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സഹായം തേടിയാൽ നിങ്ങൾ സഹായിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഓതി നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും ചെലവഴിച്ച് ശീലിക്കുക എന്ന ആയത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ ആത്മാർത്ഥമായ നിലയിൽ ഒരു വിലയിരുത്തലിന് തയ്യാറാകണം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സമ്പത്ത് ഞാൻ എവിടെ ചെലവഴിച്ചു എന്ന്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സന്താനങ്ങളെ എവിടെ നിർത്തിയിട്ട് ഞാൻ മരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. ഞാൻ മരിക്കുമ്പോൾ ഇവിടെ വിട്ടിട്ട് പോകുന്ന എൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ മരിക്കുമ്പോൾ ഇവിടെ വിട്ടിട്ട് പോകുന്ന എൻ്റെ സമ്പത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്പസ്വല്പമൊക്കെ ചെലവഴിക്കുക എന്ന അർത്ഥത്തിൽ, എന്ന ആ ഒരു രൂപത്തിൽ മാത്രമല്ല നമ്മൾ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടത്. മറിച്ച് ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് പോവാണ്. ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ ഞാനുണ്ടാക്കിയ ഈ പണത്തിൽ നിന്നും എനിക്ക് ശേഷം വരുന്ന അനന്തരാവകാശികൾ എൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആ പ്രവൃത്തി ദൂഷ്യത്തിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് വരുമെന്ന ബോധം എനിക്കുണ്ടാകണം. ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലുതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സന്തതികളെ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് ഞാൻ പോവുകയും അവർ ഈ ഭൂമിയിൽ എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആ കുട്ടികളുടെ പ്രവൃത്തി ദൂഷ്യം, അതിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് എനിക്ക് വന്നെത്തുമെന്ന ഭയപ്പാട് എനിക്കുണ്ടാകണം. ഇതാണ് ഏറ്റവും പ്രഥമമായ അർത്ഥം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സമ്പത്ത് കൊണ്ട് എനിക്കെന്ത് ഉപകാരമുണ്ടായി, എൻ്റെ കുടുംബത്തിന് എന്ത് ഉപകാരമുണ്ടായി, സമൂഹത്തിന് എന്ത് ഉപകാരമുണ്ടായി? ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ കൊണ്ട് എനിക്കെന്ത് ഉപകാരമുണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിന് എന്ത് ഉപകാരമുണ്ടാകുന്നു, സമൂഹത്തിന് എന്ത് ഉപകാരം ഉണ്ടാകുന്നു? ഞാൻ എന്തിനാ ഇത്രയും വലിയ ആമുഖമൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു തന്ന വളരെ മഹത്തായ 2 അനുഗ്രഹങ്ങളാണ് നമ്മുടെ സമ്പാദ്യവും സന്താനവും എന്ന് പറയുന്നത്. ഈ സന്താനങ്ങളെ പഠിപ്പിച്ച് വലിയ ആളുകളാക്കാൻ വേണ്ടി നമ്മൾ നന്നായി മെനക്കെടുന്നുണ്ട്. ഇപ്പം വിദ്യാഭ്യാസം ഒരു വല്ലാത്ത വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിലയിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോക്കം നിൽക്കുന്നു എന്നതാണ് വസ്തുത, എന്നതാണ് ശരി. നല്ല കാര്യമാണ്, സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം വികസിച്ചു, വളർന്നു, വലുതായി. ആ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾക്ക് വലിയ വലിയ ജോലികൾ കിട്ടി, വരുമാന മാർഗങ്ങൾ ഉണ്ടായി. വിരലുകൊണ്ട് എണ്ണിയാൽ തീർന്നു പോകുന്ന അത്രയും സംഖ്യ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ പണിയെടുത്താൽ വാങ്ങിക്കൊണ്ടിരുന്ന ഉപ്പമാരുടെ മക്കള് അവരുടെ കമ്പ്യൂട്ടറിൽ കണക്ക് കൂട്ടാൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ എത്താത്തത്ര വലിയ എമൗണ്ട് ഒരു മാസം ശമ്പളം വാങ്ങുന്നുണ്ടാവും. അങ്ങനെയുണ്ട്, ശമ്പളം വാങ്ങുന്നുണ്ട്. പണി എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. പക്ഷേ പണിയെടുക്കുന്നത് വീട്ടിലിരുന്നുകൊണ്ട്. വർക്ക് അറ്റ് ഹോം എന്നൊരു പുതിയ നാമം, വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉപ്പാപ്പമാര് ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് നടു റോട്ടിലൂടെ വാഹനങ്ങളുടെ പിന്നാലെ ഓടിയിട്ടും അതിൻ്റെ മേലെ കയറിയിട്ടും അതിൻ്റെ മുകളിൽ നിന്നും വലിയ ചാക്കുകെട്ടുകളൊക്കെ താഴോട്ട് കൊണ്ടുവന്ന് തലയിൽ ചുമന്ന്, സിമന്റ് ചാക്ക് ചുമന്ന് കഷ്ടപ്പെട്ട് വിയർപ്പിറ്റിച്ചിട്ട് ചോര നീരാക്കിയിട്ട് ഒരക്ഷരം പോലും പഠിക്കാൻ സ്കൂളിൽ പോകാൻ പോലും സൗകര്യമില്ലാതെ പോറ്റി വളർത്തിയ മക്കൾ ഇന്ന് വളർന്നു വലുതായി. അവർ എയർ കണ്ടീഷൻ റൂമിലിരിക്കുന്നു, കറങ്ങുന്ന കസേരയിലിരിക്കുന്നു, അവരുടെ മുമ്പിലുള്ള 2-3 കീബോർഡുകളിൽ വിരൽത്തുമ്പുകളെ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് അമർത്തുന്നു. അവർ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ തടിയനങ്ങണ്ട, വിയർപ്പ് ഇറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുമ്പോൾ, ആലോചിക്കുമ്പോൾ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ വിദ്യയുടെ പേരിൽ വരുമാന മാർഗത്തിൽ നമ്മുടെ മക്കൾ വലിയ ആളുകളായിക്കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷേ സാംസ്കാരികമായ നിലയിൽ, ധാർമ്മികമായ നിലയിൽ, ആത്മീയമായ നിലയിൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? ഞാൻ കുറേ ദിവസമായി നമ്മളിവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറ, എൻ്റെ ദുആകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇരിക്കുമ്പം ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നോക്കും. നമ്മളെ പുതിയ തലമുറയിൽ എത്ര കുട്ടികളുണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി. അവരോട് പറയാൻ പലതും ഇങ്ങനെ മനസ്സിൽ വെമ്പുന്നുണ്ട്. പുതിയ തലമുറയോട്
പുതിയ തലമുറയോട് പറയാൻ പല കാര്യങ്ങളും ഉള്ളിൽ കടന്നിങ്ങനെ വല്ലാതെ വെമ്പുന്നുണ്ട്. പറയണം. കാരണം അറിയാത്തതിൻ്റെ പേരിൽ അബദ്ധത്തിൽ കുടുങ്ങി നമ്മുടെ പുതിയ തലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധസഞ്ചാരത്തിൻ്റെ മാർഗം വലിയ കുഴിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ട് അവരോട് പറയണ്ടേ? അവരോട് പറയാൻ അവരെ കിട്ടുന്നേ ഇല്ല. അവരെ കിട്ടും. ഞാൻ എന്നും നോക്കും, ഇന്നും നോക്കി, 1, 2, 3 കുട്ടികൾ മാത്രമേ നമ്മുടെ സദസ്സിലുണ്ടാവൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ പ്രസംഗങ്ങൾക്ക് ഇരിക്കുമ്പോഴും ഇങ്ങനെ നിർബന്ധമായും നിരീക്ഷിക്കാറുണ്ട്. നമ്മുടെ സമുദായത്തിലെ പുതിയ തലമുറയിൽ എത്ര ആളുകൾ പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടുന്നുണ്ട്, മതപ്രഭാഷണങ്ങൾക്ക് വരുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ ഈ തലമുറയ്ക്ക് അങ്ങനെ ഒരു ബന്ധം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയില്ല, മദ്രസയില്ല, മതപ്രഭാഷണം ഇല്ല, മതപരമായ കാര്യങ്ങളിൽ അവർക്ക് ബന്ധമില്ല. എന്നെ പ്രസംഗിക്കാനും മറ്റു പരിപാടികൾ കൊണ്ടും ഒക്കെ വിളിക്കാറുള്ള സംഘടനകളോടും സംഘാടകരോടും ഒക്കെ സ്ഥിരമായി പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഉണ്ടല്ലോ, റിലീഫ് പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം, മതപ്രബോധന പരമ്പര എന്നൊക്കെ പറയുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സാധിക്കുന്നിടത്തോളം ഈ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ചുമതല കൊടുക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കണം. അവരെ ആ മാർഗത്തിലേക്ക് നിങ്ങൾ പിൻഗാമികളാക്കി കൊണ്ടുവരണം. നിങ്ങൾ തന്നെ എന്നും കുന്നും ഇങ്ങനെ പ്രസിഡന്റ്, സെക്രട്ടറിയും, ഖജാൻജിയും, ട്രഷററും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് കളിച്ചുകൊണ്ട് കാര്യമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് വളരെ പ്രബലമായ ഒരു യാത്രാ സംഘത്തെ ജിഹാദിന് വേണ്ടി നിയോഗിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തും നമുക്ക് വ്യക്തമായ മാതൃകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ചെറിയ മാതൃകയൊന്നുമില്ല. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വലിയ മാതൃകയാണ്, ഉദാത്തമായ മാതൃകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ട് മുമ്പുള്ള നേരത്ത് തങ്ങൾ ഓരോ നാടുകളിലേക്കും ആ നാടിനെ ജയിച്ചടക്കുന്നതിന് വേണ്ടി ദീനിന്റെ പ്രബോധനവുമായി സംഘങ്ങളെ നിയോഗിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രബലമായ ഗ്രൂപ്പിനെ, ഒരു പ്രബലമായ ജമാഅത്തിനെ തയ്യാറാക്കി. ആ ജമാഅത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ആ ജമാഅത്തിൽ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളെ പോലെയുള്ള പ്രമുഖരായ സഹാബി വര്യന്മാരുടെ നാമവും പേരും ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ. അവരൊക്കെ അടങ്ങുന്ന ഒരു ജമാഅത്താണ്, അവരൊക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. ആ സംഘത്തെ യാത്രയാക്കാൻ തങ്ങൾ തീരുമാനിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനൊരു അമീർ വേണ്ടേ? അല്ലേ? അതിനൊരു അമീർ വേണ്ടേ? അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഘത്തിന് അമീറായി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ നിശ്ചയിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് കേട്ടവർ ആദ്യം അല്ലാതെ അന്തം വിട്ടു. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് ആ കൂട്ടത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട് ആ കൂട്ടത്തിൽ, അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ ചില സഹാബാക്കളുണ്ട്, പ്രമുഖരായ പ്രായവും പക്വതയും പ്രവൃത്തി പരിചയവും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിന്റെ അമീറായി തീരുമാനിച്ചത് ഒരു പയ്യനെയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ചെക്കനെയാണ്. എത്ര വയസ്സ് പ്രായം ഉണ്ടാവും? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അവറുകളെ അമീറാക്കി നിശ്ചയിച്ചു, യാത്രയാക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിക്കുകയും ആ വഫാത്തിന് മുമ്പ് ഈ യാത്രാ സംഘം പുറപ്പെടുന്നത് നടക്കാതെ പോവുകയും ചെയ്തു. പുറപ്പെട്ടില്ല. പിന്നീട് നമ്മളൊക്കെ അറിയുന്നത് പോലെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ ഖലീഫയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയകാര്യ ചർച്ചകളാണല്ലോ നടക്കുന്നത്. വിദേശ പ്രതിനിധി ആരാകണം, വിദേശകാര്യം ആര് കൈകാര്യം ചെയ്യണം, ആഭ്യന്തരം ആര് കൈകാര്യം ചെയ്യണം, അല്ലേ, സാമ്പത്തികം ആര് കൈകാര്യം ചെയ്യണം, പൊതുമരാമത്ത് വകുപ്പ് ആര് കൈകാര്യം ചെയ്യണം, പ്രസിഡന്റ് ആരാകണം, പ്രധാനമന്ത്രി ആരാകണം, അല്ലേ, ഇതൊക്കെയാണല്ലോ പിന്നെ ചർച്ച. അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായും വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിട്ടൊരു ചർച്ച വന്നു. ആ രംഗത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചർച്ച വന്നപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഇപ്പൊ തൽക്കാലം നമ്മൾ വിദേശമൊന്നും നോക്കണ്ട. ഞാൻ പറയുന്ന ഭാഷ ഇങ്ങനാണെങ്കിലും കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളെ പോലെയുള്ള പ്രമുഖന്മാര് വളരെ ആത്മാർത്ഥമായ നിലയിൽ അഭിപ്രായം പറഞ്ഞു, ഇപ്പം നമ്മൾ തൽക്കാലം വിദേശ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ വിദേശ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയമല്ലല്ലോ, ഇപ്പം ആഭ്യന്തരം നന്നാക്കാം. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പേടിയാ, നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ പേടിയാ. എൻ്റെ വാക്കുകളൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞു, നമുക്ക് ആഭ്യന്തര വകുപ്പ് നന്നാക്കാം, ആഭ്യന്തരം നന്നാക്കാം, അല്ലേ?
ഉള്ളിൽ പലജാതി ഫിത്നകൾ വരികയാണ്. ഇർത്തിദാദിന്റെ ഫിത്ന വരുന്നു, പലജാതി ഫിത്നയുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഉള്ളു നന്നാക്കാം, ആഭ്യന്തരം നന്നാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ കരുത്തുറ്റ നേതൃത്വമാണ്. ആ നേതൃവാടവം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്ത് വന്നാലും ശരി, മദീനയിലേക്ക് ശത്രു സംഘങ്ങൾ ഇരച്ചു കയറി മദീനയുടെ മേൽ ആധിപത്യം ചെലുത്തി മദീനയിലെ മുസ്ലിമീങ്ങളെ അറുകൊല നടത്തി, മാത്രമല്ല നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരുടെ മേൽ അവർ അക്രമം അഴിച്ചുവിട്ടു. എന്ത് സംഭവിക്കട്ടെ, ഞാൻ എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതുപോലെ ഉസാമത്ത് ഇബ്നു സെയ്ദിന്റെ സംഘത്തെ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വെറും ആഭ്യന്തരം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആ രംഗത്ത് നമുക്ക് വ്യക്തമായ ഡയറക്ഷൻ തന്നിട്ട് പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശത്തെ നമ്മൾ ശിരസാ വഹിക്കണം. അത് അത്യന്താപേക്ഷിതമാണ് എന്ന് പരസ്യമായി നിലയിൽ പ്രഖ്യാപിച്ചു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ജോഷ് കണ്ടപ്പോൾ മെല്ലെ അരികിൽ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் പറഞ്ഞു, വേറൊന്നും കൊണ്ടല്ല, ഈ സമയത്ത് നമ്മുടെ പ്രമുഖരായ ആളുകളൊക്കെ അങ്ങ് പുറത്തേക്ക് പോയാൽ മദീനയുടെ അവസ്ഥ എന്താകും? മദീനയിലേക്ക് ശത്രുക്കൾ ഇരച്ചു കയറൂലേ, നമുക്ക് കുഴപ്പമാവൂലേ, നമ്മൾ എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ടുപോകൂലേ എന്നൊക്കെ പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉമറിന്റെ നെഞ്ചത്ത് ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് പറഞ്ഞു, ജാഹിലിയ കാലത്ത് നിനക്ക് ഭയങ്കര ധൈര്യമായിരുന്നല്ലോ, നാട്ടുകാരെയൊക്കെ നീ കിടുകിട്ടെ പറപ്പിച്ചല്ലോ, ഇസ്ലാമിൽ വന്നപ്പോൾ നീ അങ്ങ് ഭീരുവായി പോയോ എന്ന് ചോദിച്ചു. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതും കേട്ടതും ഒക്കെ ഉമർ റളിയല്ലാഹു അൻഹു കേമനാണെന്നും ശക്തനാണെന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവர்கள் ബലഹീനനാണെന്നുമാണ് നമ്മൾ പൊതുവെ വിചാരിക്കൽ. പ്രിയപ്പെട്ടവരെ, അവരുടെ ബലഹീനത ദുനിയാവിന്റെ വിഷയത്തിൽ അവർ ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും, അവരുടെ താഴ്മ ദുനിയാവിന്റെ വിഷയത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ദീനിയായ നിലയിൽ ഒരു ചുമതലാ ഭാരം തന്റെ തലയിൽ വന്ന് വീണപ്പോൾ ആ രംഗത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് ഉറച്ചു നിന്ന കാൽപ്പാടുകൾ ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ ഉമറിനെക്കാളും ശക്തനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമറിന്റെ നെഞ്ചത്ത് ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ച ആ ഒരു ശബ്ദം വലിയ ധൈര്യശാലിയായ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലും വല്ലാതെ ഇളക്കി, അല്ലെ, പരിഭ്രമത്തിലാഴ്ത്തി. അകുന്ത ജബ്ബാറൻ ഫിൽ ജാഹിലിയ വജുബ്ബാനൻ ഫിൽ ഇസ്ലാം എന്ന് ചോദിച്ചു. നീ പണ്ട് ജാഹിലിയ കാലത്ത് ഭയങ്കര തണ്ടും തരികടയൊക്കെ കാണിച്ച ആളുകളെ പേടിപ്പിക്കുന്ന വിറപ്പിക്കുന്ന ആളായിരുന്നു, ഇപ്പൊ എന്താ ഇസ്ലാമിൽ വന്നപ്പോൾ നീ അങ്ങ് ഭീരുവായി പോയോ എന്ന് ചോദിച്ചു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചത് പ്രകാരം ഉസാമത്ത് ഇബ്നു സെയ്ദിന്റെ ജമാഅത്ത് സംഘം പോവുക തന്നെ ചെയ്യും, പുറപ്പെടുക തന്നെ ചെയ്യും, പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു ആലോചന വന്നു. എന്താ, ഉസാമത്ത് ഇബ്നു സെയ്ദ് ചെറുപ്പക്കാരനല്ലേ, ചെറിയ പയ്യനല്ലേ, അതിനേക്കാളും ഒരുപാട് കഴിവുള്ള ആളുകൾ ഈ കൂട്ടത്തിലില്ലേ, ആ ആളുകൾക്കൊക്കെ നമുക്ക് ചുമതല കൊടുത്തൂടെ, അല്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതുപോലെ, തങ്ങൾ തീരുമാനിച്ചതുപോലെ ആ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ തന്നെ ഈ സംഘം പോകണമെന്ന് തീരുമാനിക്കുകയും സംഘം പുറപ്പെടുകയും ചെയ്തു. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, കുറച്ച് നാളുകളായി ഞാൻ എന്നെ ക്ഷണിക്കുന്ന പല സംഘടനകളോടും സഹോദരങ്ങളോടും ഞാൻ പറയാറുള്ള ഒരു വിഷയം, നമ്മൾ ഈ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഇങ്ങനത്തെ കുറേ കൊടികൾ കയ്യിൽ പിടിക്കാൻ കൊടുക്കണം. അത് നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ്റെ കൊടികളല്ല. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി അങ്ങോട്ട് കയ്യിൽ കൊടുക്കുക, ആ കൊടി പിടിച്ചിട്ട് നമ്മൾ പറയുന്ന മുദ്രാവാക്യം ഏറ്റു പറയാൻ വേണ്ടിയിട്ട് അവൻ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക, അവന് വേണ്ടി വേണമെങ്കിൽ ക്ലബ്ബ് തുടങ്ങി കൊടുക്കണമെങ്കിൽ ക്ലബ്ബ് തുടങ്ങി കൊടുക്കുക. അതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇംഗിതത്തിനനുസരിച്ചിട്ട് നമ്മൾ തുള്ളിക്കൊടുക്കുക. എന്നാലേ നമ്മൾ പറയുന്നത് പോലെ ഓൻ തുള്ളുള്ളൂ, നമ്മൾ പറയുന്നത് പോലെ അവൻ മുദ്രാവാക്യം വിളിക്കുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ വളരെ വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. ഞാനെങ്ങാനും ഈ പുതിയ തലമുറയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് നീങ്ങാതെ, അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ട് നീങ്ങാതെ എതിരായി പ്രവർത്തിച്ചു പോയാൽ ഓൻ നമ്മളോട് കോപിക്കൂലേ, ദേഷിക്കൂലേ, ഓൻ വേറെ പാർട്ടിയിലേക്ക് കാലുമാറൂലേ, വേറെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു പോകൂലേ, എൻ്റെ സംഘടനയിൽ നിന്നും അവനങ്ങ് രാജിവെക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് വളർന്നു വരുന്ന ഈ പുതിയ തലമുറയുടെ നന്മയല്ല, നമുക്ക് വേണ്ടത് വളർന്നു വരുന്ന ഈ തലമുറയുടെ സാംസ്കാരികമായ അഭിവൃദ്ധിയല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളത് നന്നാക്കി കാണിക്കാനും അത് വണ്ണപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ്, തത്രപ്പാടിലാണ്. വരുന്ന ഈ തലമുറയുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല.
ഞാൻ പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പള്ളി കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും ദർസ് കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോ ഇതൊന്നുമില്ലാതെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അലഞ്ഞ് തിരിഞ്ഞ് അവരുടെ ജീവിതം പാഴാക്കുക. അവരുടെ ജീവിതം, അവർക്ക് നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കൂ. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെയും മാലിന്യങ്ങളുടെയും അടിവേരന്വേഷിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ സമുദായത്തിന്റെ പുതിയ തലമുറയെ കുറിച്ചിട്ട് അവരുടെ നേതൃത്വത്തിന്, രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ടു എന്നതാണ് പ്രധാന കാരണം. ഞാൻ ഒരിക്കലും ഈ പുതിയ തലമുറയെ ചീത്ത പറയാനും കുറ്റപ്പെടുത്താനും അവരുടെ കുറവുകൾ പ്രസംഗത്തിൽ ഇങ്ങനെ എടുത്ത് ഘോരം പ്രസംഗിക്കാനും ഞാൻ തയ്യാറില്ല. പത്രം നിവർത്തി ഒരു വാർത്ത വായിച്ചു, അവിടെ ഒരുത്തൻ കൊന്നു, ഇവിടെ ഉമ്മാനെ കൊന്നു, അവിടെ പെങ്ങളെ കൊന്നു, സഹോദരനെ കൊണ്ടു, വലിയ ആവേശമായി. ആർക്ക് ആവേശം ഏറ്റവും കൂടുതൽ? എന്നെ പോലത്തെ ഖതീബുമാർക്ക് ആവേശം കൂടുതൽ. അടുത്ത ദിവസം മൈക്ക് കിട്ടിയപ്പോൾ മിമ്പറിന്റെ അടുത്ത് ചട്ടപ്പെട്ടാന്ന് പട്ടയ്ക്കാം. ഉമ്മത്തെ, സമുദായമേ, ചെറുപ്പക്കാരാ, ഉമ്മാനെ കൊന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ആലോചിക്കണം, ഉമ്മാനെ കൊല്ലാനും മാത്രം ക്രൂര മനസ്സിന്റെ ഉടമയായി എൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടി വളർന്നു വരുന്നു എന്ന വിഷയം ഞാൻ ആദ്യം അറിയണം. ആ കുട്ടിയുടെ മനസ്സ് ഇന്നും ഇന്നലെയും കൊണ്ട് ഒറ്റയടിക്ക് ഉമ്മാനെ കൊല്ലാൻ പ്രാപ്തമായതല്ല. ഏതെങ്കിലും ഒരു ചെറിയ കാരണത്തിന്റെ പേരിൽ പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു മോശക്കാരനായി മാറിയതല്ല. ഒരിക്കലും ഒരു കുഞ്ഞും മോശക്കാരനായി ഇവിടെ പിറക്കുന്നില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇവിടെ പിറന്നു വീഴുന്ന സർവ്വ കുഞ്ഞുങ്ങളും വളരെ പക്വതയാർന്ന ശുദ്ധമായ പ്രകൃതിയോടുകൂടി പിറക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും മോശക്കാരായി പിറന്നൊന്നുമല്ല. പിറന്നപ്പോൾ അവരൊക്കെ നല്ലവരായിരുന്നു. പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ള മനസ്സിൽ പൊളിയില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പൊളിയില്ലാതെ, കളവില്ലാതെ, കാപട്യമില്ലാതെ, വൃത്തികേടുകളില്ലാതെ, മാലിന്യങ്ങളില്ലാതെ, മനഃശുദ്ധിയോടുകൂടി നമ്മളുടെ മടിയിൽ പിറന്നു വീണ ഈ കുഞ്ഞുങ്ങളെ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പിന്നെ അവന്റെ ഉമ്മയും ബാപ്പയുമാണ് അവനെ യഹൂദിയാക്കി മാറ്റിയത്, നസ്രാനിയാക്കി മാറ്റിയത്, ജൂതനാക്കി മാറ്റി, നസ്രാനിയാക്കി. ആരാ മാറ്റിയത്? അവന്റെ ഉമ്മയും ബാപ്പയാണ്. അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന അവന്റെ കുടുംബ സാഹചര്യമാണ്, അവൻ ജീവിക്കുന്ന അവന്റെ മഹല്ലിലെ സാഹചര്യമാണ്, അവന്റെ അന്തരീക്ഷമാണ്, അവന്റെ സാഹചര്യമാണ്, അവന്റെ മാഹോലാണ് അവനെ അങ്ങനെ ആക്കിയത്. അവൻ പാവമാണ്, അവൻ സാധുവാണ്, അവൻ സാധുവാ. അവൻ ആ കോലത്തിലേക്ക് ആക്കി തീർത്തത് അവരുടെ രക്ഷിതാക്കളാരും കൈ കഴുകാന്ന് വിചാരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഉള്ളുകൊണ്ട് ഭയപ്പാടാണ്. എനിക്കുമുണ്ടല്ലോ കൊച്ചുമക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളെന്ന് പറഞ്ഞാൽ ഒരാളും അന്യരല്ല. ഞാൻ നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടും നിങ്ങൾ എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. നമ്മളുടെ മക്കൾ നന്നാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം. എന്ത് ചെയ്യണമെന്ന് നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് നന്നായി പഠിപ്പിച്ചു തന്നത് യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا يوم تقلب وجوههم في النار. ഇന്ന് ഈ കാണുന്ന നമ്മുടെ പുതിയ തലമുറയുടെ ദുഃഖകരമായ ചിത്രം മുമ്പിൽ കാണുമ്പോൾ നമുക്ക് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭീകരമായ ഒരു ചിത്രം നാളെ പരലോകത്ത് നിങ്ങളുടെ മുമ്പിൽ ദൃശ്യമാകും. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. നമ്മുടെ ഈ കൊച്ചു കിടാങ്ങൾ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകും. എന്റെ കരളിന്റെ കഷ്ണം പോലെ ഞാൻ ആറ്റു നോറ്റ് പോറ്റിക്കൊണ്ട് നടന്നിരുന്ന എന്റെ മക്കൾ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ ഭാഗത്തേക്ക് സബാനിയാക്കളായ മലക്കുകൾ മുഖം കുത്തി വലിച്ചവരായി വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണും. ഇവിടെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന മക്കളെ കുറിച്ചിട്ട് പത്രത്തിൽ കാണുമ്പോൾ നമുക്ക് കൽബ് വിറയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ. ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ചാനലുകാര് ആക്ഷേപശരങ്ങൾ വർഷം, അങ്ങനെ തന്നെ ഞാൻ പറയാം, ആക്ഷേപശരങ്ങൾ. അവൻ ചെയ്ത കുറ്റത്തെക്കാളും 10,000 ഇരട്ടി അവനെയും അവന്റെ കുടുംബത്തെയും അവൻ പ്രതിനിധാനം ചെയ്യുന്ന അവന്റെ മതത്തെ പോലും ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടി ഈ ഒരു വാർത്തയെ ഉപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ടല്ലോ, ചില ചാനലുകാരെന്ന് പറഞ്ഞുകൂടാ, ചാലുകാര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു കൊയ്ത്താണ് അല്ലേ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കുറ്റം ചെയ്താൽ
പോലീസുകാർക്ക് കൊയ്ത്താണ്, രാഷ്ട്രീയക്കാർക്ക് കൊയ്ത്താണ്, വാർത്താ ചാനലുകാർക്ക് കൊയ്ത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ പോലത്തെ മൂല്യന്മാർക്ക് വേറൊരു തരത്തിൽ കൊയ്ത്താണ്. ഈ സമുദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ്. ഈ സമുദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ്. ഈ സമുദായത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനിൽ നിന്നും ഇങ്ങനെ ആക്ഷേപാർഹമായ ഒരു കുറ്റകൃത്യം ഉണ്ടായി എന്നറിഞ്ഞാൽ റൗദ ഷരീഫിൽ കിടക്കുന്ന ആ മനസ്സ് വിങ്ങിപ്പൊട്ടും. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കലും സഹിക്കുകയേ ചെയ്യില്ല. ഒരിക്കലും സഹിക്കുകയേ ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ട കിടാങ്ങൾ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ആക്ഷേപങ്ങൾക്ക് വിധേയരാക്കപ്പെടുകയോ നിയമങ്ങളുടെ പിടിയിൽ അകപ്പെടുകയോ പോലീസുകാരാൽ കൈവിലങ്ങ് വെച്ചുകൊണ്ട് അടിച്ചും പിടിച്ചും വലിച്ചഴച്ച് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ, തെളിവെടുപ്പിന് വേണ്ടിയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് ബേജാറാണ്. ഞാൻ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കലേ. ഞാൻ നിങ്ങളോട് ഞാനും പറഞ്ഞല്ലോ, അങ്ങനത്തെ ചിത്രങ്ങളോ പടങ്ങളോ വാർത്തകളോ ഒന്നും കാണാൻ നിൽക്കലേ ഇല്ല. കാരണം ഈ ഉമ്മത്തിന്റെ ദോഷങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുപയോഗിക്കരുത്. കഴിയുന്നിടത്തോളം ഈ ഉമ്മത്തിന്റെ ദോഷങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുപയോഗിക്കരുത്. ഈ ഉമ്മത്തിന്റെ ദോഷങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതുപയോഗിക്കരുത്. മറിച്ച് ഈ ഉമ്മത്തിന്റെ ദോഷങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരയാൻ, നമ്മുടെ കണ്ണുനീരൊഴുക്കാൻ കണ്ണുപയോഗിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിട്ട് ആവലാതിയും വേവലാതിയും പറഞ്ഞ് സഹായം അർത്ഥിക്കാൻ നമ്മുടെ നാവ് ഉപയോഗിച്ചോളൂ. ഈ ഉമ്മത്തിന് വേണ്ടി കരയാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാതെ ഈ ഉമ്മത്തിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അള്ളാഹു നമ്മളെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിൽ ഇങ്ങനത്തെ കുറ്റകൃത്യത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന സമുദായത്തെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന നൊമ്പരത്തെക്കാളും നാളെ മഹ്ശറയിൽ ഒരു ചിത്രം വരുന്നു. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചഴച്ചുകൊണ്ട് ജബാനിയാക്കളായ മലക്കുകൾ നിങ്ങളുടെ ഈ പുതിയ തലമുറയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ല പറയാ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ മലക്കുകൾ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന സമയത്ത് യഖൂലൂന, അവർ ഇങ്ങനെ പറയുന്നുണ്ടാകും, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂല, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂല. ഹാ കഷ്ടം, ഹാ കഷ്ടം, ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നവർ പറയുന്നുണ്ട്. ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടാകും. ആ നിരാശ അവർക്കുണ്ട്. ആ നിരാശ അന്നുണ്ടായതുകൊണ്ട് എന്താ കാര്യം? എന്നാൽ അതിന്റെ തൊട്ടടുത്ത വചനത്തിൽ അവരിങ്ങനെ പറയും, റബ്ബനാ ഇന്ന അതഅന സാദതന വകുബറാഅന ഫഅദല്ലൂന സബീല. പടച്ചോനെ, ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, ഞങ്ങൾക്കൊരു വാദം നിന്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട്. എന്താ വാദം? ഞങ്ങൾ അങ്ങനെ തന്നെ വന്ന് ബടക്കായി പോയതൊന്നുമല്ല. അങ്ങനെയാണ് അർത്ഥം, അല്ലെ? ഞങ്ങൾ അങ്ങനെ സ്വന്തമായ നിലയിൽ ബടക്കായി പോയതൊന്നുമല്ല. ഇന്ന അതഅന സാദതന വകുബറാഅന. ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ മുതിർന്നവരെ, ഞങ്ങളുടെ കാരണവന്മാരെ, ഞങ്ങളുടെ ഉപ്പമാരെ, ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആളുകളെ ഞങ്ങൾ അംഗീകരിച്ചു, അനുസരിച്ചു, വഴിപ്പെട്ടു എന്നല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. അവര് പഠിക്കാൻ കൊണ്ടാക്കിയ സ്കൂളിലല്ലേ പടച്ചോനെ ഞങ്ങൾ പഠിച്ചത്, അല്ലെ? എൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞിട്ടാണോ ഈ സ്കൂളിൽ എന്നെ അവർ ചേർത്തത്? പടച്ചോനെ, അവര് പഠിക്കാൻ കൊണ്ടാക്കിയ കോളേജിലല്ലേ ഞാൻ പഠിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണോ ഈ കോളേജിൽ കൊണ്ടുപോയി ആക്കിയത്? എന്നെ കോളേജിലാക്കിയത് എൻ്റെ വാപ്പയാണ്. എൻ്റെ കൂട്ടുകാരന്മാരോടൊപ്പം കളിച്ച് ചിരിച്ച് മതിച്ച് നടക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നത് എൻ്റെ വാപ്പയാണ്. ഞാൻ പറയുന്നത് അധികമായി പോകണ്ട, അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. എല്ലാ അവസരങ്ങളും ഒരുക്കി തന്നത്, വഴികൾ ഒരുക്കി തന്നത് എൻ്റെ വാപ്പയാണ് പടച്ചോനെ, എൻ്റെ കാരണവരാണ് പടച്ചോനെ, ഞാനല്ല. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കിടാങ്ങൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്, എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്, ആ പഠന കാലഘട്ടത്തിൽ അവരാരുമായി തങ്ങളുടെ ബന്ധം പുലർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളോ പ്രിയപ്പെട്ടവരെ. പാവം നാളെ ഏതെങ്കിലും കൂട്ടുകെട്ടിൽപ്പെട്ടിട്ട് അവൻ മോശമാകുമ്പോൾ അവനെ തല്ലി തകർത്ത് എന്നെ കൊണ്ട് അടിച്ചിട്ട് മതിയാകാത്തതിന്റെ പേരിൽ പോലീസിൽ പരാതി കൊടുത്ത അവസാനം ഒരു വാപ്പ, പറയാൻ എനിക്ക് പേടിയുണ്ട്, ഒരു വാപ്പ എന്നെ ഒരിക്കലും വിളിച്ചിട്ട്, ഞാനിങ്ങനെ കാറിൽ യാത്ര ചെയ്യാം, എൻ്റെ മോനാ വണ്ടി ഓടിക്കുന്നത്. ഒരു മോനും വാപ്പയും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങോട്ട്, ഞാൻ സാധാരണഗതിയിൽ ഫോൺ അങ്ങനെ കാതിൽ വെക്കാറില്ല, സ്പീക്കറിലാണ് ഇടുക. ഇനി തീരെ സ്പീക്കറിൽ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്ത സംഗതിയാണെങ്കിൽ ഇയർഫോൺ വെച്ചിട്ട് പറയാം, അങ്ങനെ നേരിട്ട് കേൾക്കാറില്ല. അപ്പൊ സ്പീക്കറിൽ ഞാൻ ഫോൺ ഇട്ടപ്പം അപ്പുറത്തെ തലയ്ക്കുന്ന ഒരു വാപ്പ ഭയങ്കര രോഷാകുലനെ ചോദിക്കും, ഉസ്താദേ ഒരു മസാല ചോദിക്കാനാണ്, അധികം ഉരുട്ടിപ്പരട്ടി എന്നൊന്നും പറയണ്ട, യെസ് ഓർ നോ പറയണം. എന്താ ചോദിക്കും, പറയും യെസ് ഓർ നോ. ഒരു മോനെ കൊണ്ട് ബാപ്പ അവന്റെ കുരുത്തക്കേടും മറ്റും സഹിക്കാൻ കഴിയാതായാൽ ആ മകനെ കൊലപ്പെടുത്താൻ ബാപ്പാക്ക് അനുവാദം ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി.
ഞാൻ തമാശ പറയുന്നതാണ് പ്രിയപ്പെട്ടത്, അല്ലെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി കഥ പറയുന്നതാണ്. അധികം ഒന്നും വർത്താനൊന്നും എന്നോട് പറയാം, ആദ്യം ഉരുട്ടിപ്പരട്ടി ഒന്നും മസാല പറയണ്ട, യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. ഒരു വാപ്പാക്ക് മോനെ സഹിക്കാൻ കഴിയാണ്ടാവുമ്പം ആ വാപ്പാക്ക് മോനെ കൊല്ലാൻ അനുവാദം ഉണ്ടോ ഇല്ലേ, ശരീഅത്തിന്റെ നിയമം എന്താണ്, അത് പറഞ്ഞാൽ. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ മകൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു വാപ്പയുടെ ചോദ്യത്തിന് ഒറ്റയടിക്ക് ഞാൻ എങ്ങനെ മറുപടി പറയാം? ഞാൻ അദ്ദേഹത്തോട് പലതും, അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങൾ ഉരുട്ടിപ്പരട്ടൊന്നും വേണ്ട, നിങ്ങൾ പറ്റുമില്ലെന്ന് മാത്രം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കാനിരിക്കുമ്പോൾ പറയാറുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സഹോദരങ്ങളെ, ഇങ്ങനെയല്ലേ നമ്മൾ പറയാം. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പടിഞ്ഞാറിൻ്റെ മക്കളിൽ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ അങ്ങനെ സംഭവിച്ചു, തോക്ക് സംസ്കാരം വികസിക്കുന്നു, വളരുന്നു എന്നൊക്കെ നമ്മൾ പറയാം. ഇന്നിപ്പോൾ പാശ്ചാത്യ നാട്ടിലേക്കും പടിഞ്ഞാറൻ നാട്ടിലേക്കും ഇംഗ്ലീഷുകാരൻ്റെ നാട്ടിലേക്കും ഒന്നും പോണ്ട. അവനവൻ്റെ പടിഞ്ഞാറ് വശത്ത്, അവനവൻ്റെ അടുക്കള വശത്ത്, അവനവൻ്റെ കടപ്പറയിൽ ഇങ്ങനത്തെ അരാജകത്വങ്ങൾ വർദ്ധിക്കുകയാണ്. എൻ്റെ പിടിയിൽ ഒതുങ്ങാത്ത നിലയിൽ എൻ്റെ മക്കൾ വളർന്നു വലുതാകുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഒരു ഉദാഹരണമല്ല, 1000 ഉദാഹരണം. അതും നമ്മളിങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നത് അത്തരക്കാരായ സഹോദരങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പിന്നെയും അവരുടെ മനസ്സിനെ കുത്തിനോവിക്കാൻ വേണ്ടി ഒന്നുമല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചില അനുഭവങ്ങൾ ഉദാഹരണമായി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു വാപ്പ തൻ്റെ മകനെ ആ നിലയിൽ ചിന്തിക്കണമെങ്കിൽ എത്രത്തോളം മകന്റെ കുരുത്തക്കേടും തോന്നിയാസങ്ങളും വളർന്നിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഈ അവസ്ഥയിലേക്ക് ഒരു മകൻ വളർന്നു വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിലേ ഉള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നമ്മളാണ് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ നിയന്ത്രിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരാരുമായിട്ടാണ് കൂട്ടുകെട്ടുന്നത് എന്ന് നമ്മൾ നന്നായി ആലോചിക്കണം. ആ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മുടെ മക്കളെ അങ്ങിങ്ങനെ കൈയഴിച്ചു വിട്ടാൽ, കയറൂരി വിട്ടാൽ, കടിഞ്ഞാണില്ലാതെ വിട്ടാൽ ആ മക്കൾ വളർന്നു വലുതായി പിന്നെ നാളെ ആരാകുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഖേദിച്ചിട്ടൊരു കാര്യമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. ഭൂമിയിൽ നമ്മുടെ മക്കൾ നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, പ്രയാസപ്പെടുത്തി, നമുക്ക് അങ്ങേയറ്റത്തെ തലവേദന സമ്മാനിച്ചു. ആ മക്കളെ കൊണ്ട് കരയാത്ത രാത്രിയില്ല എന്നൊക്കെ പറയാറില്ലേ, മക്കളെ കൊണ്ട് കരയാത്ത രാത്രിയില്ല. പക്ഷേ ഇങ്ങനെ ഭൂമിയിൽ കരയിപ്പിച്ചിട്ടും കഷ്ടപ്പെടുത്തിയിട്ടും തീർന്നു പോകുന്നതല്ലല്ലോ, പരലോകത്തെത്തിയിട്ട് നരകത്തിലേക്ക് അവരെ മുഖകുത്തിയവരായി വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും പടച്ചവന്റെ മുമ്പിൽ അവർ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും കരയുന്നതുമായ ഒരു ശബ്ദത്തെ അള്ളാഹു പറയുന്നു, റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബ്. റബ്ബന ആതി, നിങ്ങൾ ആ വികാരം മനസ്സിലാക്കണം. റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബ്. പടച്ചവനെ, ഏതായാലും ഞങ്ങൾ നരകത്തിൽ പോയില്ലേ, ഇനി ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും കാരണവന്മാർക്കും ഇതിന്റെ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് ദ്വാരക്ക. പരലോകമായതുകൊണ്ട് അവിടെ ദ്വാരക്കാൻ മാത്രമേ പറ്റൂ, എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ദ്വാരുന്നത്. ഇഹലോകമായിരുന്നെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടുന്ന ചുറ്റിയ മുട്ടിയെടുത്തിട്ട് ഈ വാപ്പാന്റെ ഉമ്മാന്റെ തലയ്ക്ക് ടപ്പ് എന്ന് 2 പ്രാവശ്യം അടിക്കുക. അതല്ലേ ഇതിന്റെ അർത്ഥം? തിരിയുന്നുണ്ടോ? ഇതിന്റെ അർത്ഥം അങ്ങനല്ലേ? മൂർച്ചയുള്ള ഒരു കത്തി കയ്യിൽ കിട്ടുമ്പോൾ ആ കത്തി എടുത്തിട്ട് ഉമ്മാന്റെ വാപ്പാന്റെ പള്ളയിൽ കുത്തിക്കയറ്റുക. റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബി എന്ന് പറയുന്ന ആയത്തിന്റെ അർത്ഥം ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? പരലോകത്തെത്തിയിട്ടും അവന്റെ വികാരം, അവന്റെ കോപം, അവന്റെ ദേഷ്യം, അവന്റെ പ്രതികാരം തീരുന്നില്ലെങ്കിൽ, കാരണം എന്നെ ഈ കോലത്തിലാക്കിയത് പടച്ചവനെ ഇവരാ. അതല്ലേ നമ്മുടെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച, കേരളത്തിൽ തന്നെ മാരകമായ നിലയിൽ സംഭവിച്ച കൊലയും മറ്റുമൊക്കെ നമ്മൾ ചുരുളടിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു മനോവികാരത്തിലേക്കാണ് ഈ കുറ്റവാളികളെ കൊണ്ടെത്തിച്ചത്. എന്നെ ഈ കോലത്തിലാക്കിയത് ഇവരാ. അതുകൊണ്ട് ആതിഹിം ദഅഫൈനി മിനൽ അദാബി, അദാബിൽ നിന്നും എനിക്ക് തന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ ഇവർക്ക് കൊടുക്കണേ എന്ന് പറയാം. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി മാത്രം പങ്കുവെക്കേണ്ട ഒരു വലിയ വികാരമാണ് ഇന്നത്തെ ഈ പുതിയ തലമുറയുടെ അവസ്ഥാവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത് വെറുതെ ഞാനിങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ടോ നിങ്ങൾ കേട്ട് രസിച്ചത് കൊണ്ടോ മാത്രം കാര്യമായില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും ആത്മാർത്ഥമായ നിലയിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, നമ്മൾ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, മുതിർന്നവർ
നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെയും പാപഭാരങ്ങളുടെയും അനന്തര ഫലമായിട്ടാണ് വരുന്ന തലമുറയിൽ ദുഷിപ്പുകൾ ഉണ്ടാവുക എന്ന്. ദുഷിപ്പുകൾ ഉണ്ടാവുക. നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. നമ്മളാരും പരിശുദ്ധരല്ല, നമ്മളാരും മാസൂമീങ്ങളല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമ്മളത് തിരിച്ചറിയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്, ഞാനിപ്പോൾ നിസ്കാരം സലാം വീട്ടി, പുറത്താണ് എനിക്ക് നിസ്കാരം കിട്ടിയത്. സലാം വീട്ടി ഉടനെ, ഫർദ് നിസ്കാരം സലാം വീട്ടി ഉടനെ കളകളകളകളാന്ന് ഫോണിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു. ഒരു പെണ്ണ് ഇംഗ്ലീഷ് പറയും, ഫോണിൽ ഇംഗ്ലീഷ് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ കുറേ നേരമായി ഇങ്ങനെ ഇവിടെ നമ്മൾ സലാം വീട്ടിയതേ ഉള്ളൂ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം ഒരു വയസ്സായ ഒരു മനുഷ്യൻ സ്റ്റൂളിലിരുന്ന് നിസ്കരിക്കുന്നു. തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ്. ഏതോ ഒരു ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല. സലാം വീട്ടിയതേ ഉള്ളൂ, എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കാം. പക്ഷെ പിന്നെയും ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു, വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാനിപ്പോൾ അടുത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ മാതാപിതാക്കളുടെയും മക്കളുടെയും വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചുമ്മാ ഒരു കഥ പറഞ്ഞു. കഥയല്ല, അനുഭവം. ഒരു മകനെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പോറ്റി വളർത്തി വലിയ ആളാക്കി. അയാൾ പഠിച്ചു വലിയ ആൾ. ഇപ്പം അങ്ങനെയാണല്ലോ, IT സെക്ഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും യൂറോപ്പിലും ഒക്കെയാണ് പണിയെടുക്കുന്നത് നമ്മുടെ മക്കൾ. അങ്ങനെ പണിയെടുക്കാനും മാത്രം നമ്മൾ മക്കളെ വളർത്തി വലുതാക്കി. എവിടെയാ മടി? ബാംഗ്ലൂരിൽ. മോൻ പഠിച്ച് വലുതായി വലിയ ആളായി ബാംഗ്ലൂരിൽ ജോലി കിട്ടി. അയാൾ ബാംഗ്ലൂരിൽ പോയി ജോലിയും മറ്റുമൊക്കെ സെറ്റപ്പ് ആയപ്പോൾ പിന്നെ ആ പഴയ സാധനം ഉണ്ടല്ലോ, ഓൾഡ് സ്റ്റോക്ക്, അമ്മയച്ഛൻ എന്ന് പറയുന്ന സാധനം, ഓൾഡ് സ്റ്റോക്ക്. അമ്മയെ വേണ്ട, അച്ഛനെ വേണ്ട, വീട് വേണ്ട, നാട് വേണ്ട. അവന് ഒരു പ്രത്യേക ലോകത്തേക്ക് അങ്ങ് മാറി. അവൻ്റെ ജീവിതം അങ്ങ് മാറി, ജീവിത നിലവാരം മാറി. പടച്ചവനെ, നിങ്ങളൊന്ന് ബാംഗ്ലൂരിലെല്ലാം പോയി നോക്കണം എന്താ അവിടുത്തെ അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പുതിയ തലമുറയുടെ അന്തം വിട്ട പാച്ചിൽ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവർ വിചാരിക്കുന്നത് ഭയങ്കര സുഖമുള്ള സ്വർഗ്ഗലോക എന്നാണ്. ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാതെ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിക്കുക, അത് മൃഗീയമാണ്. വാസ്തവത്തിൽ മൃഗങ്ങളുടെ സ്വഭാവമാണ്. അതിൽ മനുഷ്യത്വമൊന്നുമില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു വാപ്പയുണ്ട്, എനിക്കൊരു ഉമ്മയുണ്ട്, എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കാക്കയുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്. അതിനല്ലേ ജീവിതം എന്ന് പറയും. ഞാൻ ഈ നിലയിൽ ഓരോ ആളുകളെയും അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തി, ഞാൻ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ വഞ്ചന കാണിക്കാതിരിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആസ്വാദനത്തെ കുറിച്ചിട്ടാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ വിചാരിക്കേണ്ട മുസ്ലിയാക്കന്മാരെ പ്രസംഗിച്ച് വെറും പരലോകവും ആഖിറവും സ്വർഗവും നരകവും മാത്രമല്ല പറയുന്നത് എന്ന്. അല്ല, നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ വലുതായി കണക്കാക്കുന്ന ഈ താൽക്കാലികമായ ഭൗതിക ജീവിതത്തെ കുറിച്ചിട്ടും എന്തെങ്കിലും ഒരു അർത്ഥം കിട്ടണമെങ്കിൽ, ഒരു സുഖവും ആസ്വാദനവും കിട്ടണമെങ്കിൽ ഈ പറയുന്നതൊക്കെ നമ്മൾ പാലിക്കണം പ്രിയപ്പെട്ടവരെ. എന്നാലേ ജീവിത സുഖമുള്ളൂ. മറ്റേതൊരു സുഖം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു മൃഗീയമായ ജീവിത രീതിയാണ്. മൃഗങ്ങളും അങ്ങനെയാണല്ലോ, മൃഗങ്ങളും അങ്ങനെയല്ലേ. അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിൽ അതിരുകളൊന്നുമില്ല, നിയമങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. അങ്ങനെ ഈ പാവപ്പെട്ട അച്ഛൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി, അയാൾ ഈ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവന് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം പട്ടിണി കിടന്ന് കാണും പാവം. എത്ര ആളുകളോട് പോയി വായ്പയും കടവും വാങ്ങിച്ച് പലിശക്കെടുത്ത് ലോൺ എടുത്ത് ഇവനെ പഠിപ്പിച്ച് വലുതാക്കി, ജോലി കിട്ടി, അവിടെ പോയി അവൻ സുഖമായി ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഒരു ദിവസം ഈ പാവം അച്ഛൻ തൻ്റെ കയ്യിലുള്ള പഴയ ഫോണും കൊണ്ട് അടുത്തുള്ള മൊബൈൽ പീഡിയയിൽ കൊണ്ടുവന്നു. എന്നിട്ട് മൊബൈൽ പീഡിയക്കാരനോട് പറഞ്ഞു, മോനെ ഇതൊന്ന് നോക്കിയാ, എൻ്റെ മോനുണ്ട് ബാംഗ്ലൂരിൽ, ഞാൻ ഓനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പർ കുത്തുമ്പം എന്തല്ലോ ഇംഗ്ലീഷിൽ പറയും. ഞാൻ അവനല്ലാത്ത അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആളെല്ലാം വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, എൻ്റെ മോനെ മാത്രം കിട്ടുന്നില്ല. ഒരു വിഷമം. അച്ഛൻ്റെ വിഷമം കേട്ടിട്ട് മൊബൈൽ പീഡിയയിലെ ചെറുപ്പക്കാരൻ അത് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞ നമ്പറിലേക്ക് ഇങ്ങനെ ഡയൽ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അവൻ ഒരു ടൂൺ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പം ഭയങ്കര തിരക്കിലാണ്, തൽക്കാലം അച്ഛൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ മോൻ തയ്യാറില്ല. അങ്ങനെയുള്ള അതിൻ്റെ അർത്ഥം. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ വലിയ തിരക്കിലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛൻ വിളിക്കുന്ന വിളിക്ക് ഉത്തരം ചെയ്യാൻ മോൻ തയ്യാറില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മൊബൈൽ പീഡിയയിൽ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ഫോൺ എടുത്തിട്ട് ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്തപ്പോൾ കൃത്യമായി കിട്ടി. ഹലോ, ആരാ? അനീഷല്ലേ? അതെ, അനീഷില്ലല്ലോ ഇവിടെ അല്ലേ? അനീഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അനീഷിന്റെ പേര് പറഞ്ഞത്. ആരും അങ്ങനെ വിചാരിച്ചേക്കണ്ട. അനീഷല്ലേ? ആ, അനീഷാണ്. എന്തായിരുന്നു? ഒന്നുമല്ല, ഞാനേ
നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ആഹാ, എന്താ വിഷയം? അല്ല, അച്ഛനൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറേ ആയി പോലെ അയാൾ വിളിക്കുന്നു. പിന്നെ ഈ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയാനാണെങ്കിൽ ഇനി മേലിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയും ചെയ്യരുത്. അയാളെ കട്ട് ചെയ്തു. വീണ്ടും ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്തോ ഒരു അത്യാവശ്യം പറയാനാണെന്ന് പറയുന്നു. അത്യാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഫോൺ വെച്ചോളൂ, എന്നെ അച്ഛൻ്റെ കാര്യത്തിന് വിളിക്കുകയേ വേണ്ട. ആ നിൽക്കുന്ന അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ ഒന്നും കൂടെ വിളിച്ചു നോക്ക്. വിളിച്ചപ്പോൾ ഞാനേ എൻ്റെ അച്ഛന് ആവശ്യത്തിനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയും നാട്ടിലെ തരക്കേടില്ലാത്ത ഒരു വൃദ്ധസദനത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അവരുടെ ചിലവിന് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇനിമേൽ എന്നെ വിളിക്കണ്ട വെച്ച്. അപ്പോൾ ഈ അച്ഛനെ ഇവിടെ നിന്നുകൊണ്ട് പറയാം, മോനെ ഒന്ന് പറയും, മോനെ നമുക്കെല്ലാം തന്നിന് വൃദ്ധസദന ഒരു നല്ല പുരക്കമ്മളെ കൊണ്ടാക്കി, എല്ലാ സൗകര്യം അവിടെ ഉണ്ട്, ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോഴത്തേക്ക് അയാൾ വീണ്ടും കട്ടാക്കി. വീണ്ടും ഒന്നുകൂടെ പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ പറയാം, അച്ഛൻ പറയും, മോനെ ഒന്നുമല്ല, ഓൻ്റെ അമ്മ രോഗം മൂർച്ഛിച്ച് മരിക്കാൻ കിടക്കുക. മരിക്കുന്നതിന് മുമ്പ് ഒരു ശബ്ദം ഓൻ്റെ ഒന്ന് കേൾക്കണമെന്ന് ആശയമുണ്ട്, നമുക്ക് ഓനെ വിളിക്കുന്ന എന്തിനാണെന്നറിയോ? ഓൻ്റെ വർത്താനം കേട്ടിട്ട് ഓൻ സുഖമായിട്ടിരിക്കുന്നോന്നറിയാനാ, ഓൻ്റെ വർത്താനം ഒന്ന് കേൾക്കാനാന്ന് എന്ന് പറയുന്നു പറഞ്ഞു. പക്ഷെ അത് കേൾക്കാൻ തയ്യാറില്ലാതെ അവൻ ഫോൺ കട്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഇത് ചുമ്മാ കഥയല്ല, ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ വേദനിപ്പിക്കുന്ന അനുഭവമായിരിക്കും. ആ മകൻ IT ലോകത്ത് ഇങ്ങനെ വിലസുന്നതിൻ്റെ ഇടയിൽ, കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ തിരിയുന്നതിൻ്റെ ഇടയിൽ, ഇവിടെ മരിക്കാൻ കിടക്കുന്ന അമ്മയുടെ അന്ത്യാഭിലാഷത്തിൻ്റെ മുമ്പിൽ ഒരക്ഷരം ഉരിയാടാൻ പോലും തയ്യാറില്ലാതെ ഈ അമ്മ ചത്തു എന്ന വിവരം അവൻ പിറ്റേന്ന് സോഷ്യൽ മീഡിയയിൽ അറിയും, അല്ലേ? അമ്മ ചത്താൽ എന്താ? അമ്മ ചത്താൽ ശവസംസ്കാരത്തിന് ആവശ്യമായ സാമ്പത്തികം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു തരും. പോരെ? ട്രാൻസ്ഫർ ചെയ്തു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മളുടെ പുതിയ തലമുറ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂപ്പുകുത്തുകയാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ തെറ്റിദ്ധാരണയോടുകൂടി പറയുന്നത് അവർ അഭിവൃദ്ധിപ്പെടുകയാണ് എന്നാണ്. അല്ല, അവർ ആത്മീയമായ നിലയിൽ, സാംസ്കാരികമായ നിലയിൽ, ധാർമ്മികമായ നിലയിൽ അടിത്തറയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് ഒരു പരിധി വരെയും ആരാ ഉത്തരവാദി? നമ്മളും കൂടിയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ ആ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിർറു ആബാഅക്കും യബുർറുക്കും അബ്നാഉക്കും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറിക്കൊള്ളണേ, എന്നാൽ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്നതാണ്. ഹദീസ് എത്ര രസകരമാണല്ലേ, എത്ര മനോഹരമാണ്. ബിർറു ആബാഅക്കും യബുർറുക്കും അബ്നാഉക്കും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണമേ, എന്നാൽ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല നിലയിൽ പെരുമാറും. ഒരച്ഛൻ ഇതുപോലെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പം മോൻ ഇങ്ങനെ സോട്ടും കുട്ടുമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോവാ. മോനെ നീ എടുത്തേക്കാ പോകുന്നത്? ഓ, ഞാൻ എടുത്തേക്കാ പോകുന്നതെന്ന് പേനയും പേപ്പറും കൊണ്ടാ എഴുതിത്തരാം പോകുന്ന സ്ഥലം. മോനെ അങ്ങനല്ല, നീ എടുത്തേക്കാ പോകുന്നത്, എപ്പാ വരാം? പിന്നെ ഞാൻ പോകുന്നതും വരുന്നതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകും. അല്ല, നീ പോയിട്ട് വരുമ്പോൾ ഇതാ ഈ ലിസ്റ്റ്, ഇത് നിൻ്റെ അമ്മേൻ്റെ മരുന്നാണ്, ഈ ലിസ്റ്റ് നീ കൊണ്ടുപോയിക്കോ, വരുമ്പോൾ ഈ മരുന്ന് വാങ്ങി കൊടുക്കാൻ വേണം. ആ ലിസ്റ്റ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് അത് ചാടി. പിന്നെ നിങ്ങളെ മരുന്ന് വാങ്ങാനല്ലേ ഞാൻ പണിയെടുക്കുന്നത്, ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് മരുന്ന് വാങ്ങാനല്ല, നിങ്ങളെ പോറ്റാനല്ല, നിങ്ങൾക്ക് അന്നം തരാനല്ല. അവൻ ദേഷ്യം പിടിച്ചു. അച്ഛൻ വിഷമത്തോ, അച്ഛൻ അങ്ങനെ ഉണ്ടാവുമല്ലോ, അച്ഛൻ അമ്മയുടെ രോഗത്തിന് മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിഷമത്തോടു കൂടി പ്രതികരിച്ചപ്പോൾ ബേജാറായതിൻ്റെ പേരിൽ അച്ഛനൊരല്പം ശബ്ദത്തിൽ മര്യാദയ്ക്ക് പറയും പോലെ കേൾക്ക്, നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ? ആഹാ, അത്രയ്ക്കായോ? എന്നാ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് അവന് ആക്രോശിച്ചു മുമ്പോട്ട് വന്നു. അച്ഛൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു, ടപ്പെന്നൊരു അടിയടിച്ചു. രോഗിയായി കിടക്കുന്ന അമ്മ പുറകിലിരുന്ന് ഇതൊക്കെ കാണുകയാണ്. അവർ കരഞ്ഞു വിളിച്ച് ഓടി വന്നു. അടി കൊണ്ട് കമന്ന് വീണു. അച്ഛൻ കമന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നെങ്കിൽ സ്ട്രോക്കായി, അല്ലെങ്കിൽ ഞരമ്പ് പൊട്ടി മരിച്ചുപോയി. ഞരമ്പ് പൊട്ടുന്നത് എവിടെയാ പ്രിയപ്പെട്ടവരെ? ഞരമ്പ് പൊട്ടുന്നത്? മകന്റെ ഈ മോശപ്പെട്ട പ്രവർത്തനത്തിന്റെ പേരിൽ അവന്റെ കൽബ് പൊട്ടി അവൻ മരിക്കുന്നുണ്ടാവുക. എത്രയോ സഹോദരങ്ങൾ അങ്ങനെ ആ കൽബ് പൊട്ടിയിട്ട. പക്ഷെ നമ്മുടെ പരിശോധനയിൽ നമ്മൾ ഞരമ്പ് പൊട്ടിയെന്നും അറ്റാക്കായി എന്നും ഒക്കെ പേര് പറയുന്നു എന്നേ ഉള്ളൂ. ശാസ്ത്രനാമം അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ പല കൽബുകളും ഉരുകി പൊട്ടുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകും. കമന്ന് അടികൊണ്ട്, മകന്റെ കയ്യിലെ അടികൊണ്ട് കമന്ന് വീണ ഈ അച്ഛൻ പൊട്ടിക്കരയുന്നു എന്നാണ് അമ്മ വിചാരിച്ചത്. സുഖമില്ലാതെ കിടക്കുന്ന ആ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് ഓടി വരികയാണ്. ഓടി വന്നപ്പം കമന്ന് കിടക്കുന്ന അച്ഛൻ ഇങ്ങനെ
കടകടാന്ന് പൊട്ടിച്ചിരിക്കുക, കടകടാന്ന് പൊട്ടി. അമ്മ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ ചിലപ്പോൾ. നമ്മുടെ മനസ്സിന് ഓവർ സന്തോഷമുണ്ടായാൽ ഭ്രാന്താവും, ഓവർ സങ്കടം ഉണ്ടായാലും ഭ്രാന്താവും. ചില ആളുകൾ ഭ്രാന്തായി പോയി. എന്തുകൊണ്ടാണ്? അതൊരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടായതാണ്, അതിനുശേഷം അവന് പിന്നെ സമനിലയില്ല. അങ്ങനെയല്ല നമ്മൾ പറയും. ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഭ്രാന്താവും. അമ്മ വിചാരിച്ചു, പടച്ചവനെ ഇതെന്തായി കാണുന്നത്? ഒരു അടി കൊണ്ട് മകന്റെ ഈ ക്രൂരമായ പെരുമാറ്റത്തിന് അനന്തരഫലം എന്ന നിലയിൽ എൻ്റെ മാപ്പിളയ്ക്ക് ഭ്രാന്തായി പോയോ. അദ്ദേഹം കമന്ന് കടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. മകനങ്ങ് പോയി. അവനിതൊന്നും വേണ്ടല്ലോ. അച്ഛൻ കരഞ്ഞാലും, അച്ഛൻ ചിരിച്ചാലും, അമ്മ മരിച്ചാലും, അമ്മ ചരിഞ്ഞാലും ഒന്നും കൂട്ടാക്കാതെ അലഞ്ഞു തിരിയുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അവനങ്ങ് പോയി. അമ്മ അച്ഛനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, ഇതെന്തായി കാണുന്നത്? നിങ്ങൾ ചിരിക്കാണോ? അയാൾ വീണ്ടും വീണ്ടും ചിരിച്ചിട്ട് പറയാ, എടേ ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോങ്ങിയതേ ഉള്ളൂ. അവിടെ കൊണ്ട് നിർത്തി. എൻ്റെ സാംസ്കാരിക ബോധം, എൻ്റെ കുടുംബ സാഹചര്യം എന്നെ പഠിപ്പിച്ച ആ തർത്തീബിന്റെ തർബീയത്തിന്റെ ഭാഗമായി അച്ഛൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ ഞാൻ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ആക്കി. പക്ഷെ പേടിച്ചിട്ട് ഞാൻ നിർത്തി. എൻ്റെ അച്ഛൻ്റെ നേരെ കൈ ഊങ്ങിയതിന് പ്രതിഫലമായി അവൻ എൻ്റെ മോന്തയിൽ ആഞ്ഞടിച്ചു. ഞാൻ പൊട്ടിച്ചിരിച്ച് എന്താണെന്നറിയോ? ഇനി നാളെ ഓൻ്റെ മോൻ ഇവൻ എന്താ ചെയ്യാന്ന് ചിന്തോ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പ്രസംഗം കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രസത്തിന് പറയുന്നതല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ബിർറു ആബാഅക്കും യബുറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, അല്ല നിങ്ങളുടെ മാതാക്കളോട്, പിതാക്കളോട് നല്ല നിലയിൽ പെരുമാറിയാൽ നിങ്ങളുടെ മക്കള് നിങ്ങളോട് നല്ല നിലയിൽ നാളെ പെരുമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലിമു ഔലാദക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചിലതൊക്കെ പഠിപ്പിക്കണം. LKG UKG ഫസ്റ്റ് സെക്കൻഡ്, പിന്നെന്താ അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി അങ്ങ് അയറ്റി എന്ന് പറഞ്ഞാൽ പിടുത്തമില്ലാത്ത ലോകം വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ലേ? ആ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചിലത് പഠിപ്പിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കണം, അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം. അതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് പ്രാധാന്യം കൊടുക്കണം. ഒരു പക്ഷേ ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാനാക്കിയ കോളേജ് ക്യാമ്പസിൽ നിന്നും എൻ്റെ മകളുടെ സാംസ്കാരികമായ തകർച്ചയാണ് കാണുന്നതെങ്കിൽ തൽക്കാലം പഠിപ്പ് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ചങ്കൂറ്റം ഓരോ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അത് പറയാനുള്ള ചങ്കൂറ്റം ഈ ഇരിക്കുന്ന മുസ്ലിയാർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എൻ്റെ മകളുടെ വിദ്യാഭ്യാസം എത്ര പണം മുടക്കിയിട്ടാണ് ഞാൻ തരപ്പെടുത്തിയതെങ്കിൽ പോലും ആ വിദ്യാഭ്യാസ ലോകത്ത് മക്കളുടെ സംസ്കാരം നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ആ മക്കളുടെ വിദ്യാഭ്യാസം നിർത്തിയേക്കണം, അവരുടെ പണി നിർത്തിയേക്കണം, അധ്വാനം വീട്ടിൻ്റെ ഉള്ളിൽ കൂടിയാൽ മതി എന്ന് പറയണം. അങ്ങനെ ഒപ്പം നിർത്താൻ കഴിയുന്ന നിലയിൽ നീ നിന്റെ മക്കൾക്ക് ചിലതൊക്കെ പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പാരമ്പര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സാഹചര്യത്തിന്, നമ്മുടെ സമുദായത്തിന്റെ പുരോഗതിക്ക്, സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന നിലയിൽ, ഉപകാരപ്പെടുന്ന നിലയിൽ, ഉപയുക്തമായ നിലയിൽ അവർക്കൊരു ജീവിത മാർഗം തുറന്നു കൊടുക്കണം. അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മേഖല തുറന്നു കൊടുക്കണം. നമ്മൾ ഒപ്പം നിർത്തണം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇതൊക്കെ ഖുർആൻ വെറുതെ പറയുന്നതാണോ? പള്ളി പണിയാൻ പടച്ചവൻ കൽപ്പിച്ചപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്ലും മണ്ണും ഒക്കെ ചുമന്നു കൊണ്ടുവരുന്നു. ബാപ്പ ചുമക്കുന്നതിനോടൊപ്പം ഒപ്പം നിർത്തി മകനെയും ആ കൂട്ടത്തിൽ പണിയെടുപ്പിക്കുക. പള്ളി കമ്മിറ്റി പണി അത് നരച്ചു മൂത്ത വാപ്പമാർക്ക് മാത്രം ബാധകമല്ല, കൂടെയുള്ള പുതിയ തലമുറയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടണമേ എന്ന് ഖുർആൻ പറയാണ്. ശ്രദ്ധിക്കണേ, പഠിച്ചാ പറയുന്നത്. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ അർത്ഥമല്ലേ? അതെ, പള്ളി പണി, പള്ളി കമ്മിറ്റി, പള്ളി പരിപാലനം, മദ്രസ കമ്മിറ്റി, മദ്രസയുടെ പരിപാലനം, സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചതുപോലെ ഞാൻ മുമ്പിൽ പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഒന്നിച്ചിട്ട് എൻ്റെ മോനും ഉണ്ടാകണം. എൻ്റെ മോന് ഏതെങ്കിലും ഒരു പ്രമുഖരായ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ മക്കൾ ഈ കൂട്ടത്തിലുണ്ടോ? ഈ പണിക്ക് കിട്ടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉണ്ടോ? വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ തമാശ രൂപത്തിൽ പറഞ്ഞങ്ങ് വിട്ടാ പോരാ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പടച്ചവനെ, നീ എന്നെ ഏൽപ്പിച്ച ഈ പണികളിലൊക്കെ എന്നെയും എന്നോടൊപ്പം എൻ്റെ തലമുറയെയും ചേർത്ത് നിർത്തി തരണേ എന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോരാ, എന്നോടൊപ്പം എൻ്റെ പുതിയ തലമുറയെ ഒപ്പം നിർത്തിത്തരണേ എന്ന് ദ്വാരക്കാനാണ് പഠിപ്പിച്ചത്. ദ്വാ മാത്രമല്ലല്ലോ, പ്രവർത്തനവും അങ്ങനെ തന്നെയാണല്ലോ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ആഭാസങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും ഒക്കെ കൂപ്പുകുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ എന്നും പറയുന്നതിനേക്കാൾ ഇന്ന് സമയം കൂടി. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, വിഷയത്തിലേക്ക് കടക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ, സമയം തീർന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണം നമ്മുടെ കുട്ടികളിൽ തുറന്നു പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം മാത്രമല്ല, ആ ഉപയോഗത്തിനേക്കാൾ ഏറെ അതിൻ്റെ വിനിമയം വർദ്ധിക്കുന്നു. പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ 10,000 ഇരട്ടി പൈസ ഒരുപക്ഷെ അവർ നേരത്തെ പറഞ്ഞതുപോലെ IT മേഖലയിൽ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത് പോലെ അവർ ചെറിയ ചെറിയ പൊതികളുമായി അങ്ങും ഇങ്ങും ഒക്കെ കറങ്ങി നടന്നിട്ട് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുക. അവൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ നക്കാപ്പിച്ച വാങ്ങുന്ന മുതിർന്നവർക്ക് ഒരക്ഷരം അവനോട് മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടുത്തെ മേലധികാരികൾക്ക് അതിൻ്റെ അംശം കൃത്യമായി എത്തുന്നത് കൊണ്ട് അവർക്ക് നിയമം കൊണ്ട് ഇവനെ ഒന്ന് വിറപ്പിക്കാനൊന്നും കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സാധുക്കൾ പരലുകൾ അവിടെ ഇവിടെ ഒക്കെ പിടിക്കപ്പെടും. അതിൻ്റെ അപ്പുറത്ത് വലിയ കേമന്മാരൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യാം. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗവും ആഭാസങ്ങളുടെയും അനാവശ്യങ്ങളുടെയും വർദ്ധിത തോതിലുള്ള ഈ അരങ്ങേറ്റവും അതിന്റെ പിന്നിൽ പ്രധാനമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയില്ല, വേലയില്ല, അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, അവർ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആവട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിയെ സേവിക്കട്ടെ, മദ്രസയെ സേവിക്കട്ടെ, സമുദായത്തെ സേവിക്കട്ടെ. അവരുടെ അത്യാവശ്യമായ വിദ്യാഭ്യാസമോ തൊഴിലോ പണിയോ മറ്റെന്തെങ്കിലും അവർക്ക് ഹലാലായ നിലയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ കിട്ടുന്ന സമയം ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവരെ നമ്മൾ പിടിച്ചു കൊടുക്കണം. എന്നാ ഭാഷ ഉപയോഗിക്കുന്നത്, പിടിച്ചു കൊടുക്കണം. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. തൊഴിലില്ലാതെ വരുമ്പോഴാണ് ഈ നിലയിലുള്ള മറ്റ് മാർഗങ്ങളിലേക്ക് പുതിയ തലമുറയുടെ മനസ്സ് മാറിപ്പോകുന്നത്. അതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തത്, ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്വത്തിൽ വന്നുപോയ പോലെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നില്ലേ. കൂട്ടുകുടുംബ വ്യവസ്ഥ, അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പൊ ഇല്ല. അതാ നേരത്തെ പറഞ്ഞത്, വാപ്പ, ഉമ്മ, ഇക്കാക്ക, ഇത്താത്ത, കാർന്നോര്, ഇവര് ഇങ്ങനെ കുറേ ആളുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആളുകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ലത് പറയുന്നവരാണ്. അവരുടെ ഒക്കെ മുമ്പിൽ ഒരിക്കലും എനിക്ക് കുറ്റം ചെയ്യാൻ കഴിയാത്ത, ദോഷം ചെയ്യാൻ കഴിയാത്ത ഒരു നല്ല ചുറ്റുപാട് എനിക്കുണ്ടാകണം. ഒരു കോട്ടയോട് സമമായ നിലയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ മധ്യത്തിൽ വളരാൻ ഓരോ മക്കൾക്ക് അതില്ലല്ലോ ഇന്ന്. ഇതിൽ ഓരോരുത്തരും അവരവരുടെ സ്വന്തം പ്രസ്ഥാനം, ഓരോരുത്തരും അവരവരുടെ സ്വന്തം സാമ്രാജ്യം, ഓരോരുത്തരും അവരവരുടെ സ്വന്തം ലോകം. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊന്നും നമുക്കറിയണ്ട. നമ്മൾ അങ്ങനെ ശീലിച്ചു. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ അതൊന്നും നീ നോക്കണ്ട, നിന്റെ പാട് നോക്കുന്ന, നീ നിന്റെ പാട് നോക്കുക. അപ്പുറവും ഇപ്പുറവും അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട സാധുക്കളായ നമ്മുടെ കുടുംബക്കാരെ ഒന്ന് പോകാൻ, കാണാൻ, അടുപ്പിക്കാൻ, അവരിലേക്ക് നമ്മളുടെ സേവനങ്ങൾ കൊണ്ട് നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ മക്കൾക്ക് അതിനെങ്ങാണ് സമയമുണ്ടോ? നമ്മൾ അതിന് വഴിയൊരുക്കി കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ അഭാവം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ സ്വാഭാവികമായും നമ്മൾ ഉത്തരവാദപ്പെട്ടവർ, മുതിർന്നവർ അവരുടെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ അലസതയുടെ അലംഭാവത്തിന്റെ ഉത്തുംഗതയിലെത്തിയപ്പോൾ നിയമം കൊണ്ട് നമുക്ക് അതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്വന്തം മോൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് കണ്ണുരുട്ടി, അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് ടോൾ ഫ്രീ ആയിട്ടൊരു നമ്പർ കാണാപ്പാടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ, ടോൾ ഫ്രീ ആയ നമ്പറിലേക്ക് അവനൊന്ന് കോൾ ചെയ്താൽ അവിടുന്ന് ആള് വരും. എന്തിനാ? ബാപ്പാനെ പിടിച്ചോണ്ട് പോവാൻ, ഉസ്താദിനെ പിടിക്കുക, വാപ്പാനെ പിടിക്കുക, ടീച്ചറെ പിടിക്കുക. ടീച്ചർ എന്തെങ്കിലും ഒരു ദുസ്വഭാവം ചെയ്യുന്ന കുഞ്ഞിനോട് അല്പം ശക്തമായ ഭാഷയിൽ ഒന്ന് ശകാരിച്ച് സംസാരിച്ചു പോയാൽ അവൻ തിരിഞ്ഞു നിന്നിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ ചെയ്താൽ ആളിങ്ങി വരും. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് പുതിയ ഭ്രാന്തമായ നിയമങ്ങൾ വന്നു. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് അധികാരമില്ലാത്ത, മക്കളുടെ വൃത്തികേടുകളോട് നിർബന്ധമായും സമരസപ്പെട്ടു പോകണമെന്ന് നിർബന്ധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മളെ വടക്കാക്കി, നമ്മുടെ മക്കളെ വടക്കാക്കി. നമുക്ക് മക്കളെ അടിക്കാൻ പറ്റൂല, ശകാരിക്കാൻ പറ്റൂല, ചീത്ത പറയാൻ പറ്റൂല. ചീത്ത പറഞ്ഞാൽ കേസെടുക്കും, പോലീസ് വരും, നമ്മളെ പിടിക്കും, അകത്താക്കും. എന്തിനകത്താക്കിയത്? എൻ്റെ മോൻ വടക്കാകരുതേ എന്ന് ഞാൻ ആശിച്ചതിൻ്റെ പേരിൽ എന്നെ അകത്താക്കി, എന്നെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട മൂലകാരണങ്ങളുടെ പേരിൽ നമ്മുടെ സമുദായത്തിന്റെ പുതിയ തലമുറ ദുഷിപ്പുകളിൽ നിന്നും പിന്നെയും ദുഷിപ്പുകളിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചിട്ട് ഉണരണം, അറിയണം.
നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തെ നന്നായി ഏറ്റെടുത്ത് പൂർത്തീകരിക്കണം. നമ്മൾ സ്വന്തമായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണം. ഞാനത് പറഞ്ഞല്ലോ, നമ്മളുടെ പാപകർമ്മങ്ങളുടെ അനന്തരഫലം ചിലപ്പോൾ ശിക്ഷയായ നിലയിൽ മക്കളിലൂടെ അള്ളാഹു നമ്മളെ വേദനിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹദീസുകളിലുണ്ട്, ആയത്തുകളിലുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക തന്നെ ഇല്ല. അതുപോലെ നമ്മളുടെ തർബിയത്ത് നൽകുന്ന വിഷയത്തിലെ അശ്രദ്ധയും ഗഫ്ലത്തും നമ്മുടെ മക്കൾ ദുഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മളുടെ ഉത്തരവാദിത്വം കൂട്ടായ നിലയിൽ നിർവഹിക്കുന്ന കാര്യത്തിൽ, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലും മറ്റുമൊക്കെ പുതിയ ഇടങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പേരിൽ നമ്മുടെ തലമുറ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു തആല ആ നിലയിലുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട്, ഇതെല്ലാം സൂക്ഷിച്ചിട്ട്, ഇതെല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കഴിഞ്ഞുകൂടിയിട്ടും ചില മക്കൾ മോശമായി പോകുന്നില്ലേ? മോശമായി പോകുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്ന് തോന്നിയത്, ഒന്ന്, ഇന്നലെ പരിശുദ്ധ ഖുർആനിൽ ഓതിക്കേട്ട വിശുദ്ധ ആയത്തുകളുടെ പശ്ചാത്തലത്തിലാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നിസ്കരിക്കാനിരുന്നപ്പോൾ ഒരു ഉപ്പാപ്പാടെ ഫോണിനും ഇങ്ങനെ വിളിയും കൂടെ കേട്ടപ്പോൾ രണ്ടും കൂടെ ചേർത്തങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇന്നലെ കേട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നൂഹ് നബിയാണ്, ഖതീബുൽ അംബിയ ആണ്. അംബിയാക്കളുടെ കൂട്ടത്തിൽ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന മഹാനായ പ്രവാചകനാണ്. പക്ഷെ നൂഹ് അലൈഹി സ്വലാമയുടെ ഒരു മകൻ മോശക്കാരനായിപ്പോയി, വൃത്തികെട്ടവനായിപ്പോയി, പറഞ്ഞാൽ കേൾക്കാത്തവനായിപ്പോയി, അനുസരണഘട്ടവനായിപ്പോയി. ആ വിഷയം നന്നായി നിങ്ങൾ പറയണം, പഠിക്കണം. സമയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച് നിർത്തുകയാണ്. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ സൂക്ഷിച്ചു, ശ്രദ്ധിച്ചു, എന്നിട്ടും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഒരു പരീക്ഷണം വന്നുപെട്ടാൽ നമ്മൾ എങ്ങനെ താങ്ങും? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മാതാപിതാക്കളെയോ രക്ഷിതാക്കളെയോ മുതിർന്നവരെയോ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മുടെ ഉത്തരവാദിത്വത്തെ ഉണരാൻ വേണ്ടി ചെറിയ തോതിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്. ഇതൊക്കെ ആണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണം വന്ന് നമ്മുടെ മക്കൾ കുസൃതിയും കുരുത്തക്കേടുമുള്ളവരായി മാറിപ്പോയാൽ നമ്മൾ ഭാഗ്യദോഷികളാകും, നമുക്ക് നഷ്ടമുണ്ടാകും. ദുനിയാവിൽ നമ്മൾ കരയേണ്ടി വരും, ആഖിറത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രധാനമായും മക്കളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമേ എന്നുള്ളതാണ്. അത് പ്രധാനം. അള്ളാഹുവിനോട് ചോദിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇത് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചെന്നൊരു ദുആയാണ്. ഈ ദുആ നമ്മൾ നന്നായി പറയണം പ്രിയപ്പെട്ടവർ, നന്നായി പറയണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ദുആ ചെയ്യാൻ നമ്മൾ മറക്കരുത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ദുആക്കളെ സംബന്ധിച്ചിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. നോമ്പുകാരായ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയും ചെയ്യുന്ന എല്ലാ ദുആക്കളും സ്വീകരിക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലേ? നോമ്പുകാരന്റെ ദുആ സ്വീകരിക്കും. അതേ നിലയിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടാൻ യോഗ്യതയുള്ള, സാധ്യതയുള്ള, അർഹതയുള്ള ഒരു ദുആയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദുആ ഏതാണെന്നറിയോ? ബാപ്പമാര് അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പമാര് മക്കൾക്ക് വേണ്ടി. പക്ഷെ പ്രിയപ്പെട്ടവരെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം, കുടുങ്ങിയതിന് ശേഷം പിന്നെ പടച്ചവനെ കാത്തോളണേ എന്ന് പറയുന്നതിന് പകരം, അള്ളാഹു നമുക്കൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ, അവസാനം പടച്ചവനെ കാത്തോണേ എന്ന് പറയുമ്പോൾ അവനെ പടച്ചവൻ കാക്കാൻ സാധ്യത കുറവായിരിക്കും. അപ്പോഴത്തേക്ക് ആൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കളെ നേർവഴിയിൽ നടത്തുമാറാകട്ടെ. ഇന്നേ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, കരഞ്ഞ് ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ദുആ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. ഈ പറഞ്ഞ സംഗതികളൊക്കെ കൃത്യമായ നിലയിൽ ശ്രദ്ധിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം അനുഭവിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹു നമ്മുടെ കണ്ണിന് കുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന ഈ തലമുറയിലെ പുതിയ മക്കളെയൊക്കെ നല്ല ബുദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നേർവഴിയിൽ അവരെ നയിക്കുമാറാകട്ടെ.
നമ്മുടെ ദീനിന്റെ സഹായികളായി സംരക്ഷകരായി അള്ളാഹു തആല ഈ പുതിയ തലമുറയെ കബൂലാക്കുമാറാകട്ടെ. എല്ലാ ആഭാസങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ അള്ളാഹു പൂർണ്ണമായി കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു തആല സ്വീകരിക്കപ്പെടുന്ന മാതാപിതാക്കളായി അവന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന അടിമകളായി തീർച്ചയായും കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.